പാഠഭാഗങ്ങൾക്കപ്പുറമുള്ള പഠന സാധ്യതകൾ മനസ്സിലാക്കി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. സ്റ്റുഡൻസ് ഇന്നോവേറ്റീവ് ഒളിമ്പ്യാഡ് അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാഠഭാഗങ്ങൾക്കപ്പുറമുള്ള പഠന സാധ്യതകളും അവസരങ്ങളും മനസ്സിലാക്കി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ആലപ്പുഴ സ്റ്റുഡൻസ് ഇന്നോവേറ്റീവ് ഒളിമ്പ്യാഡ് പദ്ധതിയിലെ വിജയികൾക്കുള്ള അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരീക്ഷകളുടെ ലോകമാണുള്ളത്. ആ മത്സര പരീക്ഷകളിൽ വിജയികളാവുക എന്നുള്ളതിന്റെ പ്രാധാന്യത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർക്കതിനൊരു പിന്തുണയും പിൻബലവും കൊടുക്കുക എന്നുള്ളതാണ് അസിയോ ചെയ്തത്. ഈ തരത്തിലൊരു ജില്ലാ കൊടുക്കുമ്പോൾ അതിന്റെ ഭാഗമായി കുഞ്ഞുങ്ങൾ നിർഭയമായി ഈ പരിപാടിയിൽ പങ്കാളികളാവുകയും പിന്നെ അത് വേറൊരു ഭയം ജനിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തിനോ എവിടെയോ തടയപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. അത് അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ അസിയോയിലൂടെ ശ്രീ അലക്സ് അടക്കമുള്ളവർ നമ്മുടെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ കണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. ഒരാളിന്റെ ആത്മവിശ്വാസം തകരാതിരിക്കുക എന്നുള്ളതാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മുതിർന്ന ആൾക്കാരോടൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തെ അല്പം പോലും തകരാൻ ഇടവരാത്ത തരത്തിലായിരിക്കണം നമ്മൾ അവരോട് പെരുമാറേണ്ടത്, നമ്മൾ അവരോട് ഇടപെടേണ്ടത്. ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളുടെ പേരിൽ നമ്മൾ മൊത്തം തകർന്നു പോയിരിക്കുന്നു എന്ന തരത്തിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാറുണ്ടാവും. ഒരിക്കലില്ല, അവരെല്ലാം ഏറ്റവും നന്നായി അതെല്ലാം മുമ്പോട്ട് കൊണ്ടുവരാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടാണ്. ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മത്സര പരീക്ഷകളിൽ പ്രാഗൽഭ്യം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. കുട്ടികളുടെ ധൈര്യം അല്പം പോലും ചോർന്നു പോകാതെ സംരക്ഷിക്കുക എന്നത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഉത്തരവാദിത്വമാണ്. ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ കുട്ടികളിൽ മത്സര പരീക്ഷകളിൽ മുന്നോട്ട് പോകുന്നതിനുള്ള അവസരം ലഭിക്കുന്നു. മത്സര പരീക്ഷകളുടെ ലോകമാണിത്. അതിൽ വിജയികളാവുക എന്നതിനെ പ്രാധാന്യത്തിലെടുത്തതുകൊണ്ട് കുട്ടികൾക്ക് പിന്തുണയും പിൻബലവും നൽകുകയാണ് ഈ പദ്ധതി ചെയ്യുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും മന്ത്രി വിതരണം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിന്റെയും കേരള ബാങ്കിന്റെയും ചെന്നിത്തല നവോദയ വിദ്യാലയത്തിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. 3 തലങ്ങളിലായി UPക്കും HSനും വെവ്വേറെ പരീക്ഷകൾ നടത്തി. UP വിഭാഗത്തിൽ 45 മാർക്ക് വരെ ലഭിച്ച വിദ്യാർത്ഥികൾക്കും HS വിഭാഗത്തിൽ 27 മാർക്ക് വരെ ലഭിച്ച വിദ്യാർത്ഥികൾക്കുമാണ് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകിയത്. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടിയിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. ADM ആശാ C. എബ്രഹാം, ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ES ശ്രീലത, മറ്റുദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.